നമുക്കിന്നൊരു ഷാപ്പിൽ ഫുഡ് കഴിക്കാൻ പോയാലോ? നമ്മുടെ സ്പോട്ട് വന്നിട്ട് പള്ളുരുത്തി, കൈനഗിരി, ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. ഷാപ്പിൻ്റെ പേര് ആറ്റുമുഖം എന്നാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. സോ ആറ്റുമുഖം തൊടിൽ റെസ്റ്റോറൻറ്റ് എന്നാണ് ഷാപ്പിൻ്റെ പേര്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ അവിടെ ഒരുപാട് വിഭവങ്ങളുണ്ട്. ഇങ്ങനെ എടുത്തെടുത്ത് പറയാൻ പറ്റത്തില്ല. അതുപോലെ അവിടെ ഒത്തിരി സംഭവങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും എന്ത് കഴിക്കണമെന്ന്. സോ മീൻകറിയുണ്ട്, തലക്കറിയുണ്ട്, പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മളവിടെ ഒരു ബോട്ട് ജെട്ടി പോലത്തെ സംഭവമുണ്ട്. അവിടെയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. എൻ്റെ കൂടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, എൻ്റെ ആൻറ്റി ഉണ്ട്. ഒറ്റയ്ക്കൊന്നും പോയി കഴിഞ്ഞാൽ ഇവിടെ മുതലാവത്തില്ല. അത്യാവശ്യം ആൾക്കാരുമായിട്ടൊക്കെ പോയാൽ ഇവിടെ നമ്മൾ കഴിക്കുന്നതിൽ കാര്യമുള്ളൂ. നമ്മളിവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നതിലുപരി നമ്മളിവിടെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഫുഡ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. നമ്മളിവിടെ നിന്ന് ഫുഡ് കഴിക്കുമ്പം ഇങ്ങനെ കുറേ ഹൗസ് ബോട്ട് വരുവേ. ഹൗസ് ബോട്ടുണ്ട്, സ്പീഡ് ബോട്ടുണ്ട്, ഒത്തിരി ഹൗസ് ബോട്ട് വന്നു ഫുഡ് കഴിക്കുന്നതനുസരിച്ച്. ഇതെല്ലാം ആസ്വദിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഫുഡ് വരുവേ. ഫസ്റ്റ് വന്നത് നമ്മൾ ഓർഡർ ചെയ്ത കപ്പയാണ്. അത് കഴിഞ്ഞ് ഒരു കുടം കള്ള് വന്നു, പിന്നെ സംഭാരം വന്നു, ചോറ് വന്നു, സാമ്പാർ വന്നു. ഇപ്പം കുറച്ച് ആൾക്കാരേ ഉള്ളൂ. നമ്മളൊരു 12 മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ ചെന്നത്. പക്ഷേ പോകെ പോകെ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും. ലാസ്റ്റ് ശ്വാസം പോലും വിടാൻ അവിടെ സ്ഥലം കാണത്തില്ല. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ ബോട്ടുകളൊക്കെ പോകുന്ന കാണാൻ വേണ്ടി. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത മീൻമുട്ട വന്നു, പിന്നെ വരാല് കറി വന്നു, പിന്നെ കക്ക വന്നു, കൊഞ്ച് വന്നു, ചേമ്പ്, കാച്ചിൽ, അങ്ങനെ പല ഐറ്റങ്ങളും വന്നു. അമ്മ അപ്പം കേട്ടോ വാങ്ങിച്ചത്, ഞാൻ ചോറാട്ടോ വാങ്ങിച്ചത്. പിന്നെ അച്ഛൻ കപ്പ കഴിച്ചു, ആൻറ്റിയും കപ്പ കഴിച്ചു. പിന്നെ ഇങ്ങനെ ഇതൊക്കെ ആസ്വദിച്ച് തന്നെ കഴിച്ചു. ഞാൻ അപ്പത്തിൻ്റെ കൂടെ താറാവ് കറി വാങ്ങിച്ചായിരുന്നേ. പക്ഷേ അപ്പം ആൻറ്റി എടുത്ത് കഴിച്ചു. പിന്നെ ഞാൻ ഓർഡർ ചെയ്യാൻ നിന്നില്ല. ഞാൻ ആ ചോറിനോട്ട് തന്നെ അങ്ങ് ചോറും ഉണ്ടായിരുന്നു, ചേമ്പും ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. കുറച്ച് താറാവും കൂടെ വെച്ച് കഴിച്ചു. ഒരു നത്തോലി ഫ്രൈയും വാങ്ങിച്ചായിരുന്നേ. ഇനി ലാസ്റ്റിലാണ് പെപ്സി കിട്ടിയത്. അത്രയ്ക്ക് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ കുറേ സമയം എടുക്കും. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ പോകാൻ വേണ്ടി. കഴിപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ ചുമ്മാ ഒന്ന് ജസ്റ്റ് പുറത്തോട്ടൊന്ന് ഇറങ്ങി. ആ കഴിക്കുന്ന സ്ഥലത്തിൻ്റെ പുറത്ത് ഇങ്ങനെ കെട്ടി വെച്ചിട്ടൊരു ബോട്ട് പോലെയൊക്കെ തന്നെ. അപ്പോൾ ഞാൻ സ്പീഡ് ബോട്ടൊക്കെ ഇങ്ങനെ പോകുന്നത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ എന്നെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു കയറാൻ വേണ്ടി. പക്ഷേ എനിക്ക് പേടിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഹൈറ്റും ഈ വെള്ളമൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. ആ പിള്ളേർ എൻജോയ് ചെയ്യുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അപ്പോൾ ഇങ്ങനെ കയറണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ കയറിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗായ്സ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഭയങ്കര ചൂടായിരുന്നു. സോ കുറേ നേരം അവിടെ നിൽക്കാൻ വയ്യായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.